വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ എന്താ നോക്കാം. ഇക്ക കടയിലോട്ട് പോയിട്ട് ഇന്ന് മീൻ മാർക്കറ്റിലോട്ട് ഒന്നും പോയില്ല കേട്ടോ. എല്ലാ സൺഡേ ഞങ്ങൾ മീൻ മാർക്കറ്റിലായിരിക്കും. പക്ഷെ ഇന്ന് മീൻ മാർക്കറ്റിലോട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചമ്മന്തി ചോറുമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യല്. അപ്പം നമുക്ക് ചിക്കനും കൂട്ടിയിട്ട് ചിക്കനും ഉണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. അടിപൊളി ചോറാണ്. അപ്പം നിങ്ങൾ വിശേഷമൊക്കെ എന്തൊക്കെ ഉണ്ട്? വിശേഷം സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എൻ്റെ ചാനലിൽ കയറി സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലിലോട്ട്, നമ്മൾ കുഞ്ഞു ചാനലാണ്, കുറച്ച് വലുതാക്കി തരാൻ നിങ്ങൾ സപ്പോർട്ടും കൂടി എനിക്ക് ഉണ്ടായാലേ മുന്നേറാൻ പറ്റോ. ഇൻഷാ അല്ലാഹ് ആകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചും കൊണ്ടാണ് കേട്ടോ ഓരോ വീഡിയോസ് ഇടുന്നേ. കുറേ കുറ്റങ്ങളും കുറവുകളും എല്ലാം കാണും, എന്നാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എൻ്റെ പൊന്നെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പം എൻ്റെ വീഡിയോസിലോട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസ് നോക്കാം കേട്ടോ. അപ്പോൾ ബാ സൺഡേ. അപ്പോൾ ഹലോ ഗൈസ്, രാവിലെ എണീക്കാൻ കുറേ ലേറ്റായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കടയിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ചോക്കോബാർ ഇക്ക പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഈ കുട്ടി പിസാസ് ഉണ്ട്, എന്തെങ്കിലും ഇല്ലാതെ കുട്ടി പിസാസ് ഭയങ്കര വാശിക്കാരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോക്കോബാർ 3 കൊണ്ടുവന്നു. അത് രാവിലെ തുടക്കത്തിൽ തന്നെ മധുരം കഴിച്ച് അങ്ങ് തുടങ്ങിയിട്ടോ. സൺഡേ അല്ലേ. അപ്പോൾ അങ്ങനെ ചിക്കൻ കൊണ്ടുവന്ന്, ചിക്കൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ കുഴച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കേട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം നന്നായിട്ട് ചതച്ചിട്ട്, നല്ല ചതക്കുക എന്ന് പറഞ്ഞാൽ അരക്കുക കേട്ടോ. അരച്ചിട്ട് അതും കൂടി അതിലോട്ടിട്ട് അങ്ങനെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു. ചിക്കൻ മസാല കുപ്പിയിൽ നോക്കുമ്പോൾ കുപ്പിയിൽ കാണാമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പാക്കറ്റ് തപ്പിയപ്പോൾ ലുലു മാളിൻ്റെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ആ ലുലു മാളിൻ്റെ കവറിലുണ്ടാവും പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എടുത്തുങ്ങാണ്ട് അതും അങ്ങനെ പുരട്ടി വെച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എൻ്റെ പൊന്നെ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെറുനാരങ്ങ ഒഴിച്ചിട്ടാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ടുണ്ടാവും കേട്ടോ. ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബലത്തിലായിരിക്കും ചിക്കൻ, സോഫ്റ്റേ ഉണ്ടാവില്ല. അത് പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചെറുനാരങ്ങ അതിൻ്റെ മേലിലോട്ട് ഒഴിക്കാൻ പറ്റുക കേട്ടോ. ഒഴിച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. പൊരിക്കുന്നതിൻ്റെ മുമ്പ് അങ്ങനെ മസാലയിൽ കൂടി ചെറുനാരങ്ങ പിഴിഞ്ഞ് പൊരിച്ചാൽ എനിക്ക് ഹാർഡായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ നല്ല കണ്ണിമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ പിന്നെ ഒരു മാസത്തിന് മുമ്പിലുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ടാവും കേട്ടോ. ഫ്രിഡ്ജിൽ നിറച്ച് എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതൊക്കെ തപ്പി എടുക്കുമ്പോഴാണ് എനിക്ക് ഈ മാങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നല്ലൊരു ചമ്മന്തിയും. എല്ലാവരും സൺഡേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, അത് ഇതെന്നൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. സൺഡേ ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ റെസിപ്പിയാണ് കേട്ടോ എനിക്കിഷ്ടം. സിമ്പിളായിട്ട് നാടൻ വിഭവങ്ങൾ കൂട്ടി ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ്. വെജിറ്റബിൾ തീരെ താല്പര്യമില്ലാത്തൊരു ഫാമിലിയാണ് കേട്ടോ എൻ്റെ ഫാമിലി. സ്കൂളിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ വെജിറ്റബിൾസ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. എൻ്റെ ഇക്ക പൊതുവേ വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂല കേട്ടോ. അങ്ങനെ ആ മാങ്ങനെ എടുത്തുങ്ങാണ്ട് ഫ്രിഡ്ജിൽ മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങനെ എടുത്തിട്ടുങ്ങാണ്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെമ്മീനിട്ടിട്ട് അങ്ങനെ ചിക്കൻ പൊരിക്കണ നേരത്തെ ചിക്കനിൻ്റെ എണ്ണയിൽ തന്നെ പപ്പടം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുത്ത വേറെ ചട്ടി പിന്നെ പപ്പടം പൊരിക്കാനായിട്ട് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഭയങ്കര കളവത്തിയാണ് കേട്ടോ. മെരിങ്ങക്കള്ളി പറയണ കേട്ടിട്ടുണ്ടോ? ഭയങ്കര സ്ലോ ആണ് കേട്ടോ ജോലിയിലൊക്കെ. കാരണം എനിക്ക് ജോലി എടുക്കുമ്പോൾ ഭയങ്കര അതേമാതിരി ഫുഡ് കഴിക്കാൻ വെക്കുമ്പോൾ ഓരോരോ ചട്ടിയും പാത്രങ്ങളും കുടുക്കി അങ്ങനെ മേശയിലോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കും ഇക്കാക്ക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ അങ്ങനെ വാരിയിട്ട് എല്ലാം പ്ലേറ്റിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കും. കാരണം ഒരുപാട് പാത്രം അങ്ങനെ വരിക്ക് വെക്കണേ എനിക്ക് തീരെ ഇഷ്ടമില്ല. അതൊക്കെ മൊത്തത്തിൽ നമ്മൾ തന്നെ കഴുകിയെടുക്കണ്ടേ. അതുകൊണ്ട് നമ്മളല്ലേ കാണുന്നുള്ളൂ, ആരും കാണില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ എൻ്റെ മേശയിൽ കുക്കറ്, കുടുക്ക, ചട്ടി ഒക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ മേശയിൽ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ പൊരിച്ചെടുത്തു, പപ്പടം പൊരിച്ചെടുത്തു, ചിക്കനും പൊരിച്ചെടുത്തു. അപ്പോഴേക്കും ഇക്ക ചെമ്മീൻ ഞാൻ ചമ്മന്തി അരക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ കൊണ്ടുവന്നു. അങ്ങനെ ഉണക്കമുളകുണ്ട്, വലിയ ഉണക്കമുളക്, അതെടുത്ത് ചട്ടിയിലോട്ടിട്ട് ചെമ്മീൻ ഞാൻ അങ്ങ് കയ്യിലോട്ട് വാരിയപ്പോൾ എൻ്റെ കൈ അങ്ങനെ കടിച്ച് ചെമ്മീൻ.
എന്താ ഒരു വേദന എന്നറിയോ, ഭയങ്കര വേദന ഇട്ടിട്ടോ. എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം അതിൻ്റെ മുള്ളു കുത്തിയിട്ട് ഭയങ്കര വേദനയും കടച്ചിലുമായിരുന്നു. ഞാനതങ്ങനെ അറിയാതെ അങ്ങ് കയ്യിലിട്ടു. എനിക്ക് ഭയങ്കര ഒരു പൊരിച്ചിലാണ്, എന്ത് കണ്ടാലും കൈയിട്ടൊരു മാന്തലാണ്. അതുമാതിരി ഞാൻ ചെമ്മീനോട് ചെയ്തു. അപ്പോൾ ചെമ്മീൻ എന്നെ തിരിച്ച് കുത്തിറ എൻ്റെ പൊന്നെ. അങ്ങനെ ആ ചെമ്മീനെ ഞാൻ അങ്ങ് ചട്ടിയിലിട്ട് അങ്ങ് വറുത്തു. ചെമ്മീനും ഉണക്കമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുങ്ങാണ്ട് നന്നായിട്ട് അതിനെ വറുത്തുട്ടോ. നല്ലോണം വറുക്കണം. അതിൻ്റെ ആ പച്ചച്ചോയൊക്കെയാണ് പോയിട്ട് നല്ല ഇങ്ങനെ മൊരിഞ്ഞ് വരണം കേട്ടോ. അതിനാണ് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടിയിൽ അങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചിക്കനൊക്കെ റെഡിയായി സെറ്റായിട്ടോ. ഇന്ന് വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ. ബിരിയാണി വെക്കണം. ബിരിയാണി വെക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഈ 2025 മുതൽക്ക് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്ത് സാധനത്തിനും മടിയാണ്. ടയേർഡ്, പിന്നെ ഞാൻ വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ പോകണം ഇൻഷാ അള്ളാ. വീട്ടിലേ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യാതെ മടിച്ച് ഉറങ്ങി പിടിച്ച് അങ്ങനെ ഈ 10 ദിവസം ലീവ് കിട്ടിയില്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ഉറങ്ങിയ കാരണമാണ് ഇങ്ങനെ മടി പിടിച്ച് വെയിറ്റും കൂടി എല്ലാം കൂടിട്ടോ. ഒക്കെ ഇനി കുറച്ച് ശരിയാക്കണം ഇൻഷാ അള്ളാ. തിങ്കളാഴ്ച മുതൽ എൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ജോലി. കുറച്ച് എനർജിയൊക്കെ വെപ്പിച്ചാണ് തിങ്കളാഴ്ച മുതൽ ഇൻഷാ അള്ളാ. അപ്പം അങ്ങനെയൊക്കെ സെറ്റായി. അങ്ങനെ അത് എടുത്തിട്ടോ. അങ്ങനെ മിക്സിൻ്റെ ചാറിലോട്ട് ഫസ്റ്റ് മുളകും ആ ചെമ്മീനും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊരു അടിയിട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെമ്മീനും വാങ്ങിയിട്ട് ചമ്മന്തി അരക്കുക? പല വിധത്തിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചമ്മന്തി. പക്ഷെ ഞാൻ ഇങ്ങനെ അരക്കാറ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ അതിലോട്ട് ആ മാങ്ങനെയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു അടി അടിച്ചിട്ടോ. ചെറിയ ജാറ് ഇവിടെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് വലിയ ജാറില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടായാൽ പിന്നെ വേറൊരു കൂട്ടാനും എൻ്റെ വീട്ടിൽ വേണ്ട കേട്ടോ. എനിക്ക് പൊതുവേ അച്ചാറില്ലാതെ ഞാൻ ഫുഡ് കഴിക്കില്ല. ഞങ്ങളെ ഫാമിലി മൊത്തം അച്ചാറില്ലാതെ ഫുഡ് കഴിക്കില്ല പറഞ്ഞില്ലേ. അച്ചാർ, ചമ്മന്തി ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. അല്ലാതെ വേറെല്ലാ ഐറ്റംസൊന്നും അല്ല. അതും എരിവും പുളിയും നിറയെ വേണം കേട്ടോ. അങ്ങനെ ഒരു മാസത്തേക്കുള്ള ചമ്മന്തി ഞാൻ അവിടെ അരച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് സെറ്റാക്കി വെച്ചു. അങ്ങനെ ചോറ് എടുക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ ഇനി പഞ്ചായത്തിൽ നിന്ന് എവിടെയെങ്കിലും ആൾക്കാർ വരുമെന്നാവും ഞാൻ ഒരു മാസത്തേക്കുള്ള ചമ്മന്തി അവിടെ ഫ്രിഡ്ജിലോട്ട് അരച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ട്. അതൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അത് പെട്ടെന്ന് കഴിയും കേട്ടോ ഞങ്ങളുടെ ചമ്മന്തി. അപ്പോൾ ഞങ്ങളുടെ ഫുഡിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ചമ്മന്തി കേട്ടോ. ചെമ്മീനിട്ട ചമ്മന്തി, ചിക്കൻ വറുത്തത്, 2 പപ്പടം, അതേമേക്ക് കൊണ്ടാട്ടം മുളക്, അങ്ങനെ മാങ്ങി ഒക്കെ ഇട്ടിട്ട് ഒരു മാങ്ങി കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ സൺഡേ സ്പെഷ്യല്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഒരു ബിരിയാണി, മാന്തി ഒന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് സ്പെഷ്യലി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വീണ്ടും നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടും പറയാം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നേറ്റി വിജയിപ്പിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു.